നമ്മൾക്ക് ഓഡോ 17ൽ ഫിക്സഡ് അസറ്റ്സ് മാനേജ്മെൻറ്റ് അതെങ്ങനെ നോക്കാം. ഫിക്സഡ് അസറ്റ്സ് മാനേജ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ പോവാം. കോൺഫിഗറേഷനിൽ അസറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ഇത് അസറ്റ് മോഡൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഓഫീസുകളിൽ ചില അസറ്റുകൾ ചിലപ്പോൾ നമ്മൾ 3 കൊല്ലത്തേക്കായിരിക്കും ലൈഫ് വെച്ചിട്ടുണ്ടാവുക, 5 കൊല്ലം, 10, 20 ഇങ്ങനെ ഓരോ കാറ്റഗറി വരാം. അപ്പം ഓരോ കാറ്റഗറിയിലും ഒന്നിൽ കൂടുതൽ അസറ്റുകൾ വരാം. അപ്പോൾ ആ കാറ്റഗറി, അതായത് ആ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. പക്ഷേ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വേണ്ടത്, ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഫിക്സഡ് അസറ്റ്സ്, ഡിപ്രിസിയേഷൻ, എക്സ്പെൻസ് അക്കൗണ്ട്, ജനറൽ ഏതാണ്, മറ്റുള്ള മെത്തേഡൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഈ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഡെമോ ഡാറ്റയാണ്. ഈ ഡാറ്റയിൽ ഇപ്പോൾ ഇല്ലാത്ത ചില ലെഡ്ജറുകളുണ്ട്. ഞാൻ ഓണാക്കിയിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് അസറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ്, ഒരു ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഫിക്സഡ് അസറ്റ്സ് തന്നെ ഇലക്ട്രോണിക്സ് ആകാം, ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, ഓക്കെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരാം. തൽക്കാലം നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഫിക്സഡ് അസറ്റ്സ് തന്നെ കീപ്പ് ചെയ്യുന്നു. പക്ഷേ അവിടെ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഇല്ല. അതിനെ ഞാൻ ഫിക്സഡ് അസറ്റ്സിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അക്യൂമുലേറ്റഡ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഇപ്പം ഫിക്സഡ് അസറ്റ്സ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനും അതേ ലെഡ്ജറിൽ അതേ ഓരോന്നിനും ഓരോ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ തന്നെ ആക്കാം. അത് അക്കൗണ്ടിങ് നമ്മുടെ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഫിക്സഡ് അസറ്റ്സ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആക്കി. ഇനി ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് അക്കൗണ്ടായിട്ടും വേണം. തൽക്കാലം ഞാനിവിടെ എക്സ്പെൻസസിനെ എക്സ്പെൻസ് എന്ന് പറയുന്ന ലെഡ്ജറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിപ്രിസിയേഷൻ എന്നാകുന്നു. അതിൻ്റെ ടൈപ്പ് ഡിപ്രിസിയേഷൻ എന്നൊരു ടൈപ്പ് തന്നെ ഒടുവിലുണ്ട്. കാരണം ഫിക്സഡ് അസറ്റ്സിൻ്റെ രജിസ്റ്ററൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അതിൻ്റെ പ്രത്യേകിച്ച് ഡിപ്രിസിയേഷൻ തന്നെ ആക്കിയത്. അത് എക്സ്പെൻസ് ആണെങ്കിലും. ഓക്കെ, സേവ് അടിക്കുക. നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ കൃത്യമായി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്ക് അസറ്റ്സിലേക്ക് പോയിട്ട് അസറ്റ്സ് മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇലക്ട്രോണിക് ഐറ്റംസ് ഞാൻ 5 ഇയറിന് ഇങ്ങനെ കൊടുക്കുന്നു. അതായത് ഇലക്ട്രോണിക് അസറ്റ്സ് 5 ഇയർ എടുക്കുന്ന ലൈഫ് ഉള്ളതൊക്കെ 5 ഇയേഴ്സ് എന്നിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ 5 ഇയേഴ്സ് എന്നാണ് ശ്രദ്ധിക്കുക. 5 ഇയേഴ്സ് എന്നാണ് കൊടുക്കേണ്ടത്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഒരുപാട് ഡിക്ലൈനിങ് മെത്തേഡൊക്കെ ഉണ്ട്. ഞാൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, കോൺസ്റ്റന്റ് പീരീഡ് പ്രൊറാറ്റ, അതായത് പ്രൊറാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഒരു മാസത്തിൻ്റെ 10 ദിവസം മുമ്പാണ് അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പാണ് അസറ്റ് എടുത്തേക്കുക. 10 ദിവസത്തേക്കുള്ള ഡിപ്രിസിയേഷൻ ഇടും. അത് ഡേയ്സ് വൈസ് തന്നെ ആയിക്കോട്ടെ. നമ്മളത് സെലക്ട് ചെയ്തു. കമ്പനിയോട് ഉണ്ട് ഫിക്സഡ് അസറ്റ്സ് ആ ലെഡ്ജർസ് കാണിച്ചു കൊടുക്കുക. ഫിക്സഡ് അസറ്റ്സ് ലെഡ്ജർ കാണിച്ചു കൊടുത്തു. ഇവിടെ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഫിക്സഡ് അസറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇല്ലാത്ത, ഡീറ്റെയിൽ ഇല്ലാത്തൊരു പ്രത്യേക തരത്തിലാണ് റിപ്പോർട്ട് വരിക. നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എടുക്കുന്നു. എക്സ്പെൻസ് അക്കൗണ്ട്, അതായത് ഇവിടെ ഡിപ്രിസിയേഷൻ, ഈ ഡിപ്രിസിയേഷൻ ഇതാണ് കൊല്ലത്തിലെ എക്സ്പെൻസ് ആയിട്ട് പോകുന്നത്. ഇതേസമയം ഇത് അസറ്റായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു അസറ്റിൽ നിന്ന് മൈനസ് വരുന്നത്, അസറ്റിൻ്റെ നെഗറ്റീവ് ബാലൻസ് ആയിട്ട് വരും. ഓക്കെ, ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇതൊരു മോഡലാണ്. ഓക്കെ, ഇതിനെ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇത്രയും നമ്മൾ കോൺഫിഗറേഷനിലാണ് ചെയ്തത്. ഇനി അസറ്റിൽ നമ്മൾക്ക് അക്കൗണ്ടിങ്ങിൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് മെനു ഉണ്ട്. അവിടെ ന്യൂ പോയിട്ട് ഞാൻ HP ലാപ്ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. അതാണ് എൻ്റെ അസറ്റ് ഐറ്റം. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ അസറ്റ് മോഡൽ ചൂസ് ചെയ്യുന്നു. നമ്മൾ ആദ്യം അപ്പുറത്തുണ്ടാക്കിയിട്ട് അസറ്റ് മോഡൽ. അപ്പോൾ ഇവിടെ എല്ലാം വന്നു. ഡിപ്രിസിയേഷൻ എവിടെയാണ് പോകേണ്ടതൊക്കെ വന്നു. 5 ഇയേഴ്സ് എന്നുള്ളത്. പക്ഷേ ഞാനിവിടെ 5 ഇയർ എന്നുള്ളത് 5 മാസത്തേക്കാക്കാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസാണ്. നമ്മളൊരു 5 മാസത്തിൽ ഒരു 3 മാസം ബാക്കിലത്തെ ഡേറ്റ് ഇടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ 3 മാസത്തെയും ഡിപ്രിസിയേഷൻ അത് പാസ്സാക്കും. സിസ്റ്റം പാസ്സാക്കി പോസ്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ബാക്കി 2 മാസത്തെ അത് പെൻഡിങ്ങിലുണ്ടാവും, ഡ്രാഫ്റ്റിലുണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇയറിന് പകരം ഞാൻ മാസം കൊടുത്തത്. ഓക്കെ, ഇത് നിങ്ങൾ ഇഷ്ടം പോലെയാണ് കൊടുക്കേണ്ടത്. മാസത്തിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ 5 കൊല്ലത്തേക്കാണെങ്കിൽ 60 മാസം എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ 5 മാസം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ 60 മാസം സെലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബാക്കി അതായത് 5 വർഷം എന്ന് പറയുന്നത് 60 മാസമാണ്. അങ്ങനെയും കൊടുക്കാം. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് തന്നെ കൊടുത്ത് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ സേവ് ചെയ്തു. പക്ഷേ ഇവിടെ ഞാനൊന്നും അടിക്കുന്നില്ല.
ഇനി ട്രാൻസാക്ഷൻ, അതായത് ഒരു പർച്ചേസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എവിടെ വരുന്നതാണ്. നമ്മൾക്ക് ഇവിടെ നോക്കാം, വെണ്ടർ ബില്ലിൽ പോവാം. വെണ്ടർ ബില്ലിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഇവിടേക്ക് വെണ്ടർ ബില്ല്, അതായത് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ അനിത ഒലിവർ എന്ന് പറഞ്ഞിട്ടില്ല, അതാണ് കമ്പനി വിചാരിക്കുക. ഞാൻ പിറകോട്ടേക്ക് പോവാണ്, സെപ്റ്റംബർ 1 പോവാണ്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒക്ടോബറിലേക്ക് പോകും. ഒക്ടോബർ 1 പോകും. അപ്പം ഒക്ടോബർ 1 പോയാൽ അക്കൗണ്ടിങ് ഡേറ്റും ഒക്ടോബർ 1 കൊടുക്കാം. ഓക്കെ, അപ്പം ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കഴിഞ്ഞ് ജനുവരിയിലാണുള്ളത്. ബാക്കി അവിടെ പെൻഡിങ് വരണം ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇനി ബില്ല്, ആ ബില്ല് അവരുടെ ബില്ല്, ബിൽ നമ്പർ എന്തൊക്കെ ഉണ്ട് നോക്കാം. പിന്നെ പേയ്മെൻറ്റ് റെഫറൻസ് എന്തൊക്കെ, റെസിപ്പിയൻറ്റ് ബാങ്ക്, ഇതൊക്കെ ആവശ്യമാണ് കൊടുക്കാം. ഓക്കെ, അതായത് ഇത് പർച്ചേസ് എൻട്രി പോലെ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ പ്രൊഡക്റ്റ് അല്ല, പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ലേബലിൽ പറയുന്നു പർച്ചേസ് ഓഫ് HP ലാപ്ടോപ്പ്, എന്നിട്ട് ഇവിടെ പർച്ചേസ് കണ്ടല്ല ഫിക്സഡ് അസറ്റ്സ് സെലക്ട് ചെയ്യുക. ഫിക്സഡ് അസറ്റ്സ് ആണ്, ഏത് അസറ്റിലേക്കാണ് പോകേണ്ടത് അത്. നമ്മളിവിടെ 39,990 ഞാനിവിടെ സെലക്ട് ചെയ്തു. എത്രയാണ് റേറ്റ് നോക്കാം. ഓക്കെ, ഇത് സാധാരണ പർച്ചേസ് ബില്ലാണ്, ഞാൻ കൺഫേം ചെയ്തു. പേ ചെയ്യുന്നൊന്നുമില്ല, പേയ്മെൻ്റ് ഒക്കെ പിന്നാട്ടത്. ഓക്കെ, ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസറ്റിൽ അക്കൗണ്ടിങ്ങിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടേക്ക് വരാം. ഓക്കെ, നമ്മൾക്ക് ഓർമ്മ വേണം ഏത് എൻട്രിയാണ് നമ്മൾ ഇട്ടത്. നമ്മൾ HP ലാപ്ടോപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓണാക്കുന്നു, ബില്ലിലേക്ക് പോകുന്നു, ആഡ് ന്യൂ ലൈൻ അടിച്ചാൽ നമുക്കിവിടെ കാണുന്നുണ്ട് നമ്മുടെ 39,990. ഈ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ സെർച്ച് ചെയ്യാം, നമുക്ക് ഈ നമ്പർ അറിയെങ്കിൽ. അതല്ല, ഇപ്പം കുറച്ച് എൻട്രീസ് ഉള്ളൂ, നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ പിക്ക് ചെയ്ത് വന്നു. ഇത് പിക്ക് ചെയ്ത് വന്നു, ഡെബിറ്റിൽ 31 ക്ലിക്ക് ചെയ്ത് വന്നു. അസറ്റൊക്കെ എല്ലാം എടുത്തു, ഡേറ്റൊക്കെ നേരത്തെ ഓവർ റൈറ്റ് ആയി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അടിക്കാതിരുന്നത്, എല്ലാം ഓവർ റൈറ്റ് ആയി. ഇനി കമ്പ്യൂട്ടർ ഡിപ്രിസിയേഷൻ ക്ലിക്ക് ചെയ്തതോട് കൂടി ഇവിടെ ഡിപ്രിസിയേഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇത് 60 മാസത്തേക്ക് അതിൻ്റെ ഡിപ്രിസിയേഷൻ ഇട്ടിട്ടുണ്ട്. 60 മാസത്തേക്ക് ഈ 39,990 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മാസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും 31/10, 31, 30/11, 30 എല്ലാ മാസവും അവസാനം. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണം പോസ്റ്റ് ചെയ്യും, ബാക്കി പെൻഡിങ് ആണ്. അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കാം, കൺഫേം അടിച്ചത്. ഈ 3 പോസ്റ്റ് ചെയ്തു, അതിൻ്റെ ജേണൽ എൻട്രി, ട്രാൻസാക്ഷൻ റെഫറൻസും ഒക്കെ വന്നു. പക്ഷേ ബാക്കി ഇനി അതാത് സമയത്ത് പോസ്റ്റ് ആവും, നമുക്കിവിടെ കാണാൻ പറ്റും ബാക്കി. ഇനി ജസ്റ്റ് ഒന്ന് ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിൽ നമുക്ക് 39,990 അക്കൗണ്ട്സ് പേയബിൾ ഉണ്ട്. നമ്മൾ പാർട്ടി കൊടുക്കാനുണ്ട്, പൈസ കൊടുത്തിട്ടില്ല. ഫിക്സഡ് അസറ്റ്സിൽ 39,990 ഉണ്ട്. ഓക്കെ, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനിൽ 2013 73 ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് തന്നെ റിപ്പോർട്ട്, അതായത് ഡിപ്രിസിയേഷൻ ഷെഡ്യൂൾ നമ്മൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഡിപ്രിസിയേഷൻ ഷെഡ്യൂൾ നോക്കി കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സിൽ HP ലാപ്ടോപ്പ് ക്ലിക്ക് ചെയ്ത് ഇതിൽ ഒരുപാട് എണ്ണം വരാം. അപ്പോൾ HP ലാപ്ടോപ്പ് വാങ്ങിയ ഡേറ്റ്, ഫസ്റ്റ് ഡിപ്രിസിയേഷൻ എപ്പോഴാണ്, ലൈനിയർ, 5 years ഡ്യൂറേഷൻ. ഓക്കെ, അതിൻ്റെ അസറ്റിൻ്റെ ഫസ്റ്റ് വാല്യൂ 39,990. ഡ്യൂറിങ് ഈ പീരീഡിൽ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഒന്നും അഡീഷൻസ് ഇല്ല. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ്. ഇനി ഡിപ്രിസിയേഷൻ ഓപ്പണിങ്ങിൽ, അതായത് ഈ സ്റ്റാർട്ടിങ്ങിൽ ഇത്ര ഉണ്ടായിരുന്നു. ഈ മാസം, അതായത് ഡിസംബറിൽ ഈ ഒരു പീരീഡാണ് നോക്കുന്നത്, എത്രയാണ്. അപ്പോൾ ടോട്ടൽ ഡിപ്രിസിയേഷൻ, അതായത് ടോട്ടൽ ബുക്ക് വാല്യൂ മൈനസ് ടോട്ടൽ ഡിപ്രിസിയേഷൻ, ഇപ്പോഴത്തെ പ്രസൻറ്റ് ബുക്ക് വാല്യൂ. പിന്നെ ഇതൊരു പീരീഡാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളത് ഒക്ടോബർ 1 മുതൽ തന്നെ ജനുവരി 31 വരെ തന്നെ കൊടുക്കുന്നെങ്കിൽ എമൗണ്ട് കുറച്ചും കൂടെ മാറിയിട്ട് കാണിക്കും. അതായത് 39,990 ഡിപ്രിസിയേഷൻ, ഓപ്പണിംഗ് 0 ആണ്, കാരണം 2013 ഡിപ്രിസിയേഷൻ, അങ്ങനെയൊക്കെ മാറും. ഈ രീതിയിലാണ് നമുക്ക് ഇവിടെ ഒരു അസറ്റ്സ് മാനേജ് ചെയ്യുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അസറ്റുകൾ, നമ്മളുടെ എക്സിസ്റ്റിംഗ് ഒരു പുതിയ കമ്പനി ആണെങ്കിൽ നമ്മൾ ഓരോ അസറ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ ലൈഫ്, അതിനെങ്ങനെയാണ് നിങ്ങൾ ഡിപ്രിസിയേഷൻ ഷെഡ്യൂൾ കണക്കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഡിസൈഡ് ചെയ്ത ശേഷം അതിന് മോഡൽ ക്രിയേറ്റ് ചെയ്തത്. മോഡൽ ക്രിയേറ്റ് ചെയ്ത ശേഷം അക്കൗണ്ടിങ്ങിലേക്ക് വന്ന് അസറ്റിൻ്റെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. ശേഷം നിങ്ങൾ ബില്ലിൽ പോയി, വെണ്ടർ ബില്ലിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് അടിക്കേണ്ടതില്ല. ലെഡ്ജർ ഇതിൽ എപ്പം ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഫിക്സഡ് അസറ്റ്സ്, അതായത് ലെഡ്ജർ ഫിക്സഡ് അസറ്റ് ലെഡ്ജർ ആയാൽ മതി.
അതായത് ഇവിടെ വരുന്നത് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്ന ലെഡ്ജറായി മതി. ഫിക്സഡ് അസറ്റ്സ് ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഡിപ്രിസിയേഷൻ ഇത് സിസ്റ്റം അസറ്റായിട്ട് എടുക്കുള്ളൂ, ഡിപ്രിസിയേഷൻ ഷെഡ്യൂളൊക്കെ വരാനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ.